കണ്ണൂർ നഗരഹൃദയത്തിലെ പ്രസ് ക്ലബ് റോഡിലെ 7 കടകളിൽ പരക്ക മോഷണം. ഇന്നലെ അർദ്ധരാത്രിയാണ് കടകളുടെ മേൽക്കൂരയിലൂടെ ഷീറ്റുകൾ പൊളിച്ചും പൂട്ട് തകർത്തും മോഷ്ടാക്കൾ അകത്തുകയറിയത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വാച്ച്, റെഡിമെയ്ഡ്, ബാഗ്, പച്ചക്കറി, മൊബൈൽ തുടങ്ങിയവ വിൽപ്പന നടത്തുന്ന കടകളിലാണ് കവർച്ച നടന്നത്. ജനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാച്ച് കടയിൽ നിന്നും മേശവലിപ്പിലുണ്ടായിരുന്ന 3000 രൂപയും 8 വാച്ചുകളും, നവാസിന്റെ താജ് മൊബൈൽ ഷോപ്പിൽ നിന്നും ഇയർഫോൺ, ചാർജർ, അനസ് കക്കാടിന്റെ ബാഗ് കടയിൽ നിന്നും 2000 രൂപയും, ദീപ സ്റ്റോറിൽ നിന്നും കത്തിവാളും മറ്റുപകരണങ്ങളും 5000 രൂപയും കവർന്നു. നാസർ കക്കാട് എന്നയാളുടെ തുണിക്കടയുടെ പൂട്ട് പൊളിച്ച് കയറിയെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ല. തൊട്ടടുത്ത രതീഷിന്റെ പച്ചക്കറി കടയിലും കള്ളൻ കയറി. ഫുട് ഓവർ ബ്രിഡ്ജ് റോഡിലെ കൂത്തുപറമ്പ് സ്വദേശി സമീറിന്റെ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്നും പാൻസ്, ഷർട്ട് എന്നിവയും 500 രൂപയും മോഷണം പോയി. കടകൾ ഓപ്പൺ ആക്കാൻ വരുമ്പോഴാണ് ഈ സംഭവം മനസ്സിലാവുന്നത്. തുറന്ന് നോക്കിയതിന് ശേഷമാണ് സീലിംഗ് ഉൾപ്പെടെ മേൽക്കൂര പൊളിച്ചതായിട്ട് കാണപ്പെടുന്നത്. ഈ മഴക്കാലത്ത് മേൽക്കൂര പൊളിക്കുക, അതുമാതിരി സീലിംഗ് തകർക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു വിഷമസ്ഥിതിയിലാണ് ഇന്ന് വ്യാപാരികളുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, കാരണം എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യുന്ന സാമ്പത്തിക ബാധ്യത, അതുപോലെ കടകളിൽ നിന്ന് കളവ് പോയിട്ടുള്ള പൈസ കണക്കുകൾ, വാച്ചുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കളവ് പോയിട്ടുണ്ട്. ഇതെല്ലാം വളരെ എഗ്രിമെൻ്റ് രേഖകൾ, പല വിധത്തിലായ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഓരോ കടകളും ഷെൽഫെല്ലാം ചവിട്ടി താഴെയിട്ട നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഒരാളാണോ അതോ ഒരുപാട് ആളുകളുണ്ടോ? ഒരാളാണെന്നുള്ള സൂചനയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ അതേ മോഷാവ് തന്നെയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളതാണ് അഭിപ്രായം.